വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചതിന് പിന്നാലെ ജനരോഷം അണപൊട്ടി. കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് രാജുവിനെ കാട്ടാന ആക്രമിച്ചത്. ആശുപത്രിയിൽ ഉഷാ വിജയൻ MLAക്ക് നേരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും വൻ പ്രതിഷേധമുയർന്നു. തിരിച്ചു തരാൻ പറ്റുമോ സാറേ? നിങ്ങൾക്ക് ജീവനെ തിരിച്ചു തരാൻ പറ്റുമോ? പാവങ്ങളുണ്ടല്ലോ, പണിക്ക് പോയി കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾക്ക് കുടുംബജീവിതം മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇതിനെന്താക്കണ്ട് പോയി പറയും. പറ്റുമോ സാർ? പറയോ? പറയേ നിങ്ങൾക്ക് ഈ ജീവനെ തിരിച്ചു തരാൻ പറ്റുമോ? പറ, ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്താ സാർ നിങ്ങൾക്ക് മറുപടിയില്ലേ? ഞാൻ ഉത്തരവിട്ട് പറയാം. എന്റെ ചെറിയച്ഛനാണ് ഈ കിടക്കുന്നത്. പ്രതിഷേധത്തിനൊടുവിൽ നടന്ന ചർച്ചയിൽ രാജുവിന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകാൻ തീരുമാനമായി. അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ ഉടൻ കൈമാറും. ആശ്രിതർക്ക് സ്ഥിര നിയമനം നൽകുന്നതിനായി സർക്കാരിനോട് ശുപാർശ ചെയ്യും. ഇതോടെ ആശുപത്രിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിയമപരമായി കൊടുക്കേണ്ട കാര്യങ്ങൾ 14 ലക്ഷം രൂപ, അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനമാണ് നടന്നുകൊണ്ടിരുന്നത്. 10 ലക്ഷം രൂപ വനവകുപ്പിൻ്റെയും 4 ലക്ഷം രൂപ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപ നമ്മൾ സ്പോട്ടിൽ കൊടുക്കുന്നതിനും അവരുടെ കുടുംബത്തിലെ ആശ്രിതർക്ക് സ്ഥിരമായിട്ടുള്ള ജോലി നൽകുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുകയും അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതോടൊപ്പം തന്നെ നിലവിലുള്ള അവസ്ഥയിൽ അവരുടെ ആശ്രിതർക്ക് താൽക്കാലികമായിട്ടുള്ള നിയമനവും നൽകുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, ഇത് കൃഷിസ്ഥലത്ത് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത്. അതുകൊണ്ടാണ് ജനം ശക്തമായ രീതിയിൽ പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും. ഒടുവിൽ 14 ലക്ഷം രൂപ ധനസഹായം നൽകാമെന്നും ആശ്രിത നിയമനം നൽകാമെന്നുമുള്ള ഉറപ്പിന്മേലാണോ പ്രതിഷേധം അവസാനിച്ചത്? അരുൺകുമാർ, ഈ കുടുംബവും ഒപ്പം വനംവകുപ്പിന്റെ ഉന്നതാധികാരികളും ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ ചർച്ചകൾക്കൊടുവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച രാജുവിന്റെ കുടുംബത്തിന് 14 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന തീരുമാനമുണ്ടായി. മാനന്തവാടി MLA ഉഷാ വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചത്. ഒപ്പം കുടുംബത്തിലെ ഒരാൾക്ക് താൽക്കാലിക വാച്ചറായി ജോലി നൽകും, ആശ്രിത നിയമനം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലയിലുള്ള ഫെൻസിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് തകർന്നിരിക്കുന്നതെന്ന് കൃത്യമായി പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം പ്രതിഷേധക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകുക, ഒപ്പം കുടുംബത്തിലെ ഒരാൾക്ക് ആശ്രിതന് സ്ഥിര ജോലി നൽകുക, താൽക്കാലിക ജോലി ഒഴിവാക്കി പകരം സ്ഥിരമായി ജോലി നൽകുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വരുന്ന നിയമസഭ കൂടുന്ന സമയത്ത് കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്നാണ് മാനന്തവാടി MLA ഉറപ്പ് നൽകിയത്. 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന വലിയൊരു പ്രക്ഷോഭമാണ് ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലുണ്ടായത്. രാവിലെ 10:15 ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രാജുവിന് പരിക്കേറ്റത്. പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ വിദഗ്ധ ചികിത്സകൾക്കായി കോഴിക്കോട് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകി.